ദൈവാനുഗ്രഹത്താലും ഫെലോഷിപ്പിന്റെ സഹായത്താലും ഇന്നും മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പ്രമോദ്. എല്ലാവരെയും ജ്വാലയുടെ ഹായ് പ്രമോദേട്ടാ. ഹായ് 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 ഹായ്. ഒരു നല്ല ഹായ് എല്ലാവർക്കും. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ്, ഇന്ത്യക്കകത്തുള്ളവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും. പുറത്തുള്ളവർ എന്തൊക്കെയോ ജോലികൾക്കിടയിലായിരിക്കും, എവിടേക്കോ ആയിരിക്കും ചിലപ്പോൾ. അതിനിടയിൽ വീണ് കിട്ടുന്ന ഈ സമയം ജ്വാലയുടെ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുന്ന ഇതൊരു വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഞാനും എത്തുമ്പോൾ ഒക്കെ ഈ സമയമൊക്കെ ആവും. ദൈനംദിന ഈ ജ്വാലയുടെ മീറ്റിങ്ങിൽ എനിക്ക് കയറാൻ പറ്റാറില്ല. വല്ലപ്പോഴും സൺഡേസിലൊക്കെ ഞാൻ കയറാറുണ്ട്. നിത്യേന എനിക്ക് കയറാൻ പറ്റാറില്ല. അപ്പൊ ഇതിന്റെ ആരൊക്കെയാണ് ഇതിന്റെ അഡ്മിൻ പാനൽ എന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയായാലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും സ്നേഹാന്വേഷണങ്ങൾ ഒക്കെ പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസങ്ങൾക്ക് മുമ്പാണ് 6 വരെയുള്ള ഈ 12 വാഗ്ദാനങ്ങളുടെ 6 വരെയുള്ള ഭാഗം ഈ പ്ലാറ്റ്ഫോമിൽ വിശകലനം ചെയ്ത് ചർച്ച ചെയ്തത്. കുറച്ചു കാലം എനിക്ക് വരാൻ പറ്റിയില്ല. 2 മാസത്തോളമായി എനിക്ക് ഇതിനകത്ത് വരാൻ പറ്റും. എൻ്റെ അമ്മ മരണപ്പെട്ടതോട് അനുബന്ധിച്ച് എനിക്ക് കുറച്ച് ദിവസം ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇവിടെ നിന്നല്ല, പല സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അത് അന്ന് ആ ഒരു 6 ഭാഗത്തെ 6 വാഗ്ദാനങ്ങളെ പറ്റി പറഞ്ഞു വെച്ചത് അതിൽ പങ്കെടുത്ത ആളുകൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അന്നില്ലാത്ത ആളുകൾ ഒരുപക്ഷെ കണ്ടിന്യൂറ്റി ഇല്ലെന്ന് തോന്നാം. എങ്കിൽ പോലും ഓരോ വാഗ്ദാനവും ഓരോ സൂചകങ്ങളാണ്. ഓരോ വലിയ വിഷയത്തെ, ആശയത്തെ ഉൾക്കൊള്ളുന്ന സൂചകങ്ങളാണ് ഓരോ വാഗ്ദാനവും. അപ്പം അങ്ങനെ കണ്ട് ഓരോന്നും അങ്ങനെ കണ്ട് എടുക്കുകയാണെങ്കിൽ ആ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ബിഗ് ബുക്കിലെ പേജ് 88 പ്രവൃത്തി പദത്തിലേക്ക് എന്ന അധ്യായത്തിലാണ് നമുക്ക് ഈ 12 വാഗ്ദാനങ്ങൾ എന്ന് കാണാൻ വളരെ പ്രശസ്തമായ ഈ ഭാഗം വായിക്കാൻ പറ്റുക. അപ്പൊ ഇതുപോലെ തന്നെ നിരവധി വാഗ്ദാനങ്ങളെ നമ്മുടെ ബിഗ് ബുക്കിൽ കാണാൻ പറ്റും. ഏകദേശം 151 വാഗ്ദാനങ്ങൾ വേറെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ വാഗ്ദാനങ്ങളെന്ന് എവിടെയും ആരും സഹസ്ഥാപകനോ എഴുതിയ ആളുകളോ ഒന്നും ഐഡന്റിഫൈ ചെയ്തതായിട്ട് തെളിവുകളില്ല. പക്ഷെ ചില സ്ഥലത്ത് വരുമ്പോൾ, ചില ബിഗ് ബുക്കിന്റെ പല ഭാഗത്ത് വരുമ്പോൾ, ചില സ്ഥലത്ത് വരുമ്പോൾ വല്ലാത്ത ശക്തി വാചകങ്ങൾക്ക്, വല്ലാത്തൊരു ആവേശം, ചില സ്ഥലത്ത് ആവേശവും കാണാൻ പറ്റും. 5-ാം പടിയിൽ വാഗ്ദാനങ്ങൾ അറിയപ്പെടുന്ന ഭാഗത്ത് വല്ലാത്ത പ്രത്യാശയും വല്ലാത്ത അഭൗമികമായ ചില പ്രയോഗങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അഭൗമികമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ചില പ്രയോഗങ്ങൾ. അപ്പോൾ വല്ലാത്ത ആവേശവും വല്ലാത്ത ഒരു സൂക്ഷ്മതയൊക്കെ ഒരുപോലെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ വാഗ്ദാനങ്ങൾ. അപ്പൊ ആർക്കാണിത് ബാധകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. മുന്നോട്ട് വെക്കുന്ന ജീവിതചര്യകളിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സ്റ്റെപ്പ് 12 പടികളുടെ അതിൻ്റെ പ്രവർത്തനവും അതിനോടുള്ള പ്രവർത്തനമൊക്കെ ആണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കേട്ടുപോവുക അല്ലെങ്കിൽ വായിച്ചു പോവുക എന്നുള്ള കാര്യത്തിന് മനസ്സിലേക്ക് സ്പർശിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ എഴുതി തുടങ്ങുക എന്ന് പറയുമ്പോൾ, എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലേക്ക്
അവരുടെ ഉൾമനസ്സിലേക്ക് ഇത് വളരെ പെട്ടെന്ന് ചെന്ന് കയറും. അതുകൊണ്ടാണ് ഈ പ്രാക്ടീസ്, സ്റ്റെപ്പ്, പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എഴുതാൻ ആൾക്കാർ പ്രേരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കിത് എഴുതി തുടങ്ങിയപ്പോഴാണ് എഫക്റ്റ് ചെയ്തത്. ഇത് കേട്ട് 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 പോയപ്പോൾ കേട്ട് പഴകി ഇതൊരു ഒരുതരം ഫിലോസഫിക്കൽ കൺസോലേഷൻ എന്ന് പറയുന്ന അവസ്ഥ. അതും ബിഗ് ബുക്കിലെ ഒരു പ്രയോഗമാണ്. ഫിലോസഫിക്കൽ കൺസോലേഷൻ, താത്വികമായ ഒരാശ്വാസം. തത്വങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരാശ്വാസം. അത് മാത്രമേ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇതിനോട് എഴുതി വീണ്ടും വായിച്ച് അത് മറ്റൊരു അംഗത്തോട് നമ്മൾ ഷെയർ ചെയ്ത് അതിലെ അനുഭവങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിച്ച് അത് മനസ്സിൽ അങ്ങനെ വിട്ട് ഉരുക്കി മുന്നോട്ട് പോകുമ്പോൾ ഇച്ചിരി സമയമെടുക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. അതാണ് ഈ അല്ലെങ്കിൽ സ്റ്റെപ്പ് പ്രാക്ടീസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് അല്പമെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ജീവിതത്തിൽ മാനസിക നിലയിൽ വലിയ മാറ്റം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ വാഗ്ദാനം പറയുന്നത്, പാതി വഴിയിൽ എത്തുമ്പോൾ തന്നെ അത്ഭുത പരതന്ത്രരാകും. കുറെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളിൽ വല്ലാത്ത മാറ്റം കാണാൻ പറ്റും. ഒരു ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ തന്നെ വല്ലാത്ത മാറ്റം അനുഭവിക്കാൻ പറ്റും. അതാണ് ആ ഒരു വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് 6 പ്രോമിസസ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 7ാമത്തെ ഒരു ടോപ്പിക്, ആ ഒരു പ്രോമിസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഏഴാമത്തെ വാഗ്ദാനം, we will lose interest in selfish things and gain interest in our fellows. മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് മലയാളത്തിൽ അത് തർജ്ജമ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥത കുറയത്രേ, അതൊരു വല്ലാത്ത വാഗ്ദാനമാണ്. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് വല്ലാത്തൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. കാരണം സാധാരണക്കാരനായ ഒരാളോടല്ല, ഒരു വിഭാഗത്തോടല്ല ഈ വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നത്. എത്ര ചീഞ്ഞ സ്വാർത്ഥതയും കൊണ്ടു നടക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്, ചീഞ്ഞ സ്വാർത്ഥത. അതുപോലെ ഒരു മനുഷ്യനോട് സ്നേഹമില്ലാത്ത, സ്വന്തം കുട്ടികളോട് പോലും സ്നേഹമില്ലാത്ത മാനസികാവസ്ഥയുടെ ഉടമസ്ഥരായ ഒരു വിഭാഗമാണ് നമ്മളൊക്കെ. അവർക്ക് സ്വാർത്ഥത കുറയും എന്ന് തീർത്ത് പറയുന്നുണ്ട്. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത വാഗ്ദാനമാണ്. കുറച്ച് വർഷങ്ങളൊക്കെ മുന്നോട്ട് പോയ ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ടാവും ഈ വാഗ്ദാനം എത്രമാത്രം ശരിയാണെന്നുള്ളത്. അവരുടെ കുടുംബങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ, അവനവന്റെ ജീവിത രീതി ഒന്ന് എടുത്തു നോക്കുമ്പോൾ, സമൂഹത്തിലെ അവനവന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്ന് ബോധ്യം വരുമ്പോൾ ഒക്കെ ഈ വാഗ്ദാനം എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ 2 വാചകമാണ് ഈ വാഗ്ദാനത്തിലുള്ളത്. ഒന്ന്, സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടും. രണ്ടാമത്, സഹജീവികളോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടും ഒരേ കാലത്ത് സംഭവിക്കണമെന്നില്ല. സ്വാർത്ഥതയും സ്നേഹമൊന്നും ഒരുപോലെ വന്നോളണമെന്നില്ല. ചിലപ്പോൾ രണ്ടും ഒരുപോലെ സംഭവിക്കാം. മറ്റൊന്ന്, ഇത് വളരെ പതുക്കെ സംഭവിക്കുന്ന ഒരു മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പതുക്കെ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്, നമ്മളിൽ സംഭവിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് ഇത് എന്നാണ് എൻ്റെ അനുഭവം. അതാണ്. അപ്പൊ അങ്ങനെ നമ്മളിൽ ഈ പറയുന്ന വലിയൊരു മാറ്റം ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പണ്ട് ഓർമ്മയില്ലേ, കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ചിലപ്പോൾ ഞാനാണ് എൻ്റെ സുഹൃത്തുക്കളുടെ
ഈ ഡീക്യാൻ ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ വിരല് അല്ല ഒരു ഫിംഗർ മാർക്ക് ഇടും നമ്മൾ. ഒരു 60 ഒരു ഫിംഗർ മാർക്ക്. പിന്നെ 5 പേരുണ്ടെങ്കിൽ 5 ഗ്ലാസ്സിൽ 4 ഗ്ലാസ്സിൽ 60 കറക്റ്റ് വീഴും. സ്വന്തം ഗ്ലാസ്സിൽ ഒരു 70 വീഴും. അതങ്ങനെയാണ്. നമ്മളെ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി അധികം കയറ്റിയിടും. പക്ഷെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ അല്ലായിരുന്നു. ഞാനും വേറെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെയായിരുന്നു. ഞാൻ പരിചയപ്പെട്ടതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ എന്നെ പോലെയായിരുന്നു. അവരൊക്കെ നല്ല ആൽക്കഹോളിക്കാ. ഒരാൾ ജീവിച്ചിരിപ്പേ ഇല്ല. ബാക്കി ഭൂരിപക്ഷം ആൾക്കാരും മാന്യമായിട്ട് എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. അവസാനം ബോട്ടിലിൽ എന്തെങ്കിലും ബാക്കി വന്നാൽ അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അത്ര പോലും മര്യാദ കാണിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മള് ആ ബാക്കി ഇച്ചിരി മൂട്ടിൽ വന്നാൽ ഒരു 30 വന്നു കഴിഞ്ഞാൽ ഇതിനി ആർക്ക് കൊടുക്കാനാ? ഒറ്റ വഴി. അപ്പോൾ സ്വാർത്ഥതയുടെ ഏറ്റവും ഒരു ബേസ് ലെവലാണ്. കൊടുക്കൂല. വേറൊരാൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. നമുക്ക് വേണ്ടപ്പെട്ട സാധനം വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമേ അല്ല. അപ്പൊ ഇത് ബേസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇതാണ് ഇത് എന്റെ സ്വഭാവം ഇതായിരുന്നു. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അവനവനെ തന്നെ കുറെ കൂടി അവനവനെ വല്ലാതെ കെയർ ചെയ്യും. പുതിയ ജീവിതത്തിലാണെങ്കിൽ പോലും, സുബോധ ജീവിതത്തിലാണെങ്കിൽ പോലും ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടൊന്നുമില്ല. എനിക്ക് എന്നെ അവനവനെ വല്ലാതെ കെയർ ചെയ്യും. പക്ഷെ കൂടെയുള്ള സഹജീവികളെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ്, ഒരു ചോദ്യമാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ കൃത്യമായിട്ട് ലാബ് ടെസ്റ്റ് എടുക്കുകയും ഷുഗർ നോക്കുകയും പ്രഷർ മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ട്, എൻ്റെ ഭാര്യ. എൻ്റെ കൂടെ തന്നെ 10-20 കുറെ കാലമായിട്ട് എൻ്റെ കൂടെ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി, ഇത് ഞാൻ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടി ജീവിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരിക്കും എന്നുള്ള പറയുന്നൊരു അർത്ഥമില്ല. അല്ലെങ്കിൽ എനിക്ക് മാത്രം അസുഖം വരാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ആരോഗ്യം പ്രധാനമാണ്. അവരെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത് ഉണ്ട്. അങ്ങനെ ഞാൻ വൈഫിനെയും കൂട്ടി ലാബിൽ പോയി. ലാബിൽ പോയപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവും. ഞാൻ ഒരു ദിവസം പോയപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഡയബറ്റിക് ആയി മാറിയെന്ന് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കില്ല പുള്ളിക്കാരി ഡയബറ്റിക് ആയി എന്നുള്ള കാര്യം. അവർ പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ നേരത്തെ ഏർലി ഏജിൽ ഡയബറ്റിക് ആയ ആൾക്കാരാണ്. പുള്ളിക്കാരി 40 വയസ്സാകുമ്പോഴത്തേക്കും ഒരു നല്ല ഡയബറ്റിക് ആയി മാറി. ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്ത് കൂടെയുള്ള ആള് വീണ് പോയി കഴിഞ്ഞാൽ അപ്പം അറിയാം നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. ഈ ചിന്തയൊക്കെ എനിക്ക് പിന്നീട് വന്ന കാര്യങ്ങളാണ്. അതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്ന കാര്യങ്ങൾ. തുടക്കത്തിൽ അവനവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക, മീറ്റിംഗ് പോവുക, ആരോഗ്യം നോക്കുക, നടക്കാൻ പോവുക, ജിമ്മിൽ പോവുക, പുകവലി നിർത്തുക, തടി കുറയ്ക്കുക, ഇത്തരം കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അവനവനിലേക്ക് മാത്രം നോക്കുന്ന ഒരാളാണ്. പക്ഷെ കൂടെയുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി എന്താന്നുള്ളത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോ ഇത് എന്നില് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷമാണ് കൂടെയുള്ള ആൾക്കാരെ കൂടി കൺസിഡർ ചെയ്യാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യം വന്നത്. അതാരും എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല, ഞാൻ എവിടെയും വായിച്ചിട്ടുമില്ല. അത് നേരിട്ട് എങ്ങനെയൊക്കെയോ ബോധ്യം വന്നൊരു കാര്യമാണ്. ഇപ്പം കെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തില് ഇത്തരം ഒരു സ്വാർത്ഥതയെ ഒഴിവായി പോകലും സഹജീവികളോടുള്ള ഒരു സ്നേഹവും പരിഗണനയും ഒരുതരം നമ്മളെപ്പോലെയാണ് അവരും എന്നുള്ള ഒരു തോന്നലും ഒക്കെ വൈകിയാണ്, പതുക്കെയാണ് എനിക്ക് അതിൻ്റെ ഒരു സൂചനകൾ ഉണ്ടായത്. അതുപോലെ ഈ ജീവിതത്തിലാണെങ്കിൽ പോലും, ഈ സുബോധ ജീവിതത്തിലാണെങ്കിൽ പോലും ചില രോഗികൾക്കൊക്കെ രോഗാവസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ട് ചുറ്റും. സമൂഹത്തിലായാലും തൊട്ടടുത്ത വീടുകളിലായാലും സുഹൃത്തുക്കളായാലും ഒക്കെ അവർക്ക് വേണ്ടി കാശൊക്കെ ചെലവഴിക്കാൻ മടിയാണ്. അപ്പോൾ കാശൊക്കെ ചെലവഴിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എക്ക് അകത്തുള്ള ആളാണെങ്കിൽ ഞാൻ പറയും എക്ക് അകത്ത് സാമ്പത്തിക വിനിമയം ഇല്ല, അതുകൊണ്ട് അധികം പൈസയുടെ ഇടപാടൊന്നും ഇവിടെ ആവശ്യമില്ല. ആ ഒരു ആ ഒരു തിയറി വെച്ച് ഞാൻ ഒരാൾക്കും പൈസ കൊടുക്കില്ല. അല്ലെ എന്നെ കൊണ്ട് കൊടുക്കാൻ സഹായിക്കാൻ പറ്റിയാൽ പോലും എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യാൻ പോലും ഞാൻ മടിച്ചു നിൽക്കും.
ഇനി എക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിലോ? അപ്പൊ ഞാൻ വേറൊരു തിയറിയാണ് എടുക്കുക. അവർക്ക് അവരുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. നമുക്ക് നമ്മളെ ഹെൽത്ത് നോക്കാനോ, നമ്മളെ കാര്യങ്ങൾ നോക്കാനോ, നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യാനോ നമുക്ക് നമ്മളെ തന്നെ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ വേറൊരാളെ സഹായിക്കാൻ പറ്റും? അത്തരം ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നടക്കും. ഇതിനൊക്കെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സഹാനുഭൂതി. ചെറിയ സാമ്പത്തിക സഹായമൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും. വലിയൊരു ഏഹ്, ഗംഭീര സഹായമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റും. പക്ഷെ മനസ്സില്ല. തോന്നുന്നില്ല അങ്ങനെയൊന്നും ചെയ്യാൻ. അങ്ങനെ അഥവാ എന്തെങ്കിലും ഒരു തോന്നൽ മനസ്സിലുണ്ടായാൽ തന്നെ അപ്പൊ തന്നെ അതിനെതിരെ 2 കരിനിയമങ്ങൾ ഞാൻ തന്നെ പ്രഖ്യാപിക്കും. അപ്പൊ ഇത് എന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഞാന് മറ്റുള്ളവരെ അല്പാൽപമൊക്കെ സഹായിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊക്കെയാണ്. എന്നിൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഈ സംഗതി എഫക്ട് ആയത്. ചില ആളുകൾക്ക് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്വാർത്ഥ ചിന്താഗതിയൊക്കെ മ മ മാറി അവർക്ക് നീക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടാവും. സഹാനുഭൂതിയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വേഗത്തിൽ അത് പ്രാവർത്തിച്ച് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം കൂടിയാണ്. അപ്പോ ഇതിലൊരു ഒരു ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇതിൽ നമ്മുടെ 8th സ്റ്റെപ്പിൽ 8ാം പടിയിൽ 9ാം പടിയിൽ ഒരു തത്വം ഇതിനകത്ത് കയറി വരുന്നുണ്ട്. എന്റെ നമ്മൾ ഒരു 8ാം പടിയിൽ നോക്കുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചവരുടെ ഒരു പട്ടിക തയ്യാറാക്കി 9ൽ പരമാവധി പരിഹാരം നമ്മൾ ചെയ്യുന്നു. നമ്മൾ അവരോട് മാപ്പിന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ അവരെയൊക്കെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ അവരോട് പരിഹാരം ചെയ്യാൻ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നമ്മൾ തയ്യാറാവുകയും പരിഹാരം ചെയ്ത് പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തിരിച്ചൊരു ചോദ്യം കൂടി നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ അറിയാതെ നേരിടുന്നുണ്ട്. അത് നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോട് എന്ത് നയമാണ് നമ്മൾ സ്വീകരിക്കുക? ഉത്തരം ബിഗ് ബുക്ക് തന്നെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരോട് നമ്മൾ പരിഹാരം ചെയ്യുന്നതോടൊപ്പം അവരോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു. അവരോട് ചോദിക്കുന്നതോടൊപ്പം നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കുവാനും നമ്മൾ തയ്യാറാവുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു എലമെന്റ് നമ്മളിൽ വർക്കാവുന്നത്? നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കുകയാണ്. അതിന്റെ കാരണവും ബിഗ് ബുക്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പറയുന്നത്, ഒരാള് നമ്മളെ എത്ര മാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും, നമുക്കതിനെപ്പറ്റി എത്രമാത്രം പരാതി ഉണ്ടെങ്കിലും, അതിന്റെ മേലിൽ എത്രമാത്രം ആവലാതി ഉണ്ടെങ്കിലും, ആ കാര്യത്തിൽ അല്പമെങ്കിലും നമുക്ക് റോൾ ഉണ്ടാവും. ഒരാള് വഴിയിലിട്ട് അടിച്ചു, അടി കിട്ടി, പ്രശ്നമായി, ഗുരുതരമായി, അടിച്ചു. ഇതാണ് പ്രശ്നം. പക്ഷെ അവൻ അടിക്കാൻ അവനൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവും. അവന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും നമ്മള്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവൻ നമ്മുടെ ദേഹത്ത് കൈ വെച്ചത്. അപ്പൊ ഏതൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരുടെ പിന്നിൽ അവരുടെ പ്രേരകം എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു വീഴ്ചയായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് പൊറുക്കാൻ തയ്യാറാവുന്നു. സ്വാർത്ഥതയുടെ പരിത്യാഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ 8ാം പടി 9ാം പടിയിൽ സ്വാർത്ഥതയുടെ പൂർണ്ണ പരിത്യാഗം നമ്മൾ പറയുകയല്ല, ഞാൻ ചെയ്തു എന്ന് പറയുകയല്ല, പ്രവർത്തിക്കുകയാണ്. സ്വാർത്ഥത പരിത്യജിക്കുകയാണ് നമ്മൾ 9ാമത്തെ പടിയില്. വേറൊരാളോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപനമല്ല, ക്ഷമിക്കുക തന്നെയാണ്. ക്ഷമിച്ചുകൊണ്ട് അവനോട് കൈകോർത്ത് മുന്നോട്ട് പോയി ഒരുമിച്ച് അവനോടൊത്ത് ചേർന്ന് ജീവിക്കുകയാണ് 9ാം പടി. ഈ പരിത്യാഗവും കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് വാഗ്ദാനം പറയുന്നത്, നിങ്ങൾ
സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു 7ാമത്തെ ഒരു വാഗ്ദാനത്തിനെ പറ്റി ചേർന്ന് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ലെവലിൽ ഇത് പറയാൻ പറ്റും. നമ്മളിവിടെ ഈ കൂടിയിരിക്കുന്ന പല ആൾക്കാരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി ഉണ്ടാവും. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ പറയുന്ന ഒരു 9th സ്റ്റെപ്പിൽ സംഭവിക്കുന്ന ആ സ്വാർത്ഥതയുടെ പരിത്യാഗം, നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവനോടുള്ള എല്ലാ ലെവൽ ഏതെല്ലാം ലെവൽ നമ്മുടെ മനസ്സിൽ സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പകയുണ്ടാവും, നീരസം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അവനോട് വെറുപ്പുണ്ടാവും, പല പല കാരണങ്ങൾ. ഇതിനെല്ലാം നമ്മൾ നമ്മുടേതാക്കി വെച്ചതായിരുന്നു. അതെല്ലാം ആ നമ്മുടേതാക്കി വെച്ച എല്ലാത്തിനെയും നമ്മൾ പരിത്യജിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. പിന്നെ അടുത്ത ഒരു 8ാമത് വാഗ്ദാനങ്ങളിലേക്ക് പോകാം. സെൽഫ് സീക്കിംഗ് വിൽ സ്ലിപ്പ് അവേ എന്നാ പറയുന്നത് കേട്ടോ. ഇതിന് ഒരു കുഴപ്പം പിടിച്ച ഒരു വാഗ്ദാനമാണിത്. സെൽഫ് സീക്കിംഗ് വിൽ സ്ലിപ്പ് അവേ. ഭാഗ്യാന്വേഷണ പ്രവണത അകന്നു പോകുന്നതാണ് മലയാളത്തിലത്. അങ്ങനെയാണ് തോന്നുന്നില്ലേ മലയാളത്തിൽ? എന്തായാലും ഭാഗ്യാന്വേഷണ പ്രവണത എന്നാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ കിടക്കുന്നത്. അത് തിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ, ഇത്തരം തെറ്റുകളൊക്കെ തിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും ഇവിടെ ഭാഗ്യാന്വേഷണ പ്രവണത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടേ ഒരുപാട് ഗുലുമാലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്, ഒരു തലമുറ ഇതിനെ ഇങ്ങനെ തന്നെ അങ്ങ് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഞാൻ ഈ വിഷയം മറ്റുള്ളവർ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നത്, ഞാൻ ആരെയും വിമർശിക്കുകയൊന്നും അല്ല കേട്ടോ, കാലത്തിന്റെ മാറ്റം സൂചിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അന്ന് ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയകളോ നെറ്റ് സൗകര്യങ്ങളോ വ്യാപകമായിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാവും. അന്ന് കേട്ടത്, തുടക്കത്തിലൊക്കെ ഞാൻ കേട്ട കാര്യം, ഈ ലോട്ടറി എടുക്കുന്ന പരിപാടി നിർത്തുന്നതാണ്. അതല്ല, ചീട്ടുകളി, ഗാംബ്ലിംഗ് പരിപാടി ടോട്ടൽ നിർത്തുമെന്നാണ് ഈ വാഗ്ദാനത്തിന്റെ ഒരു വിശദീകരണമായിട്ട് പലരും പല സ്ഥലത്തും വിഷയാവതരണങ്ങളിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതിലങ്ങനെ ഒരു പ്രത്യേകതയും തോന്നിയില്ല, അസ്വാഭാവികതയും തോന്നിയില്ല. ഗാംബ്ലിംഗ് നിർത്തുക നല്ലതാണല്ലോ എന്ന മട്ടിൽ അതങ്ങ് കേട്ടു. പക്ഷേ പിന്നീട് നമ്മളിതിനെ ഗൗരവമായി സമീപിക്കാൻ തുടങ്ങിയപ്പോൾ ഒക്കെ നമ്മളിൽ പലരും, ഞാൻ മാത്രമല്ല പലരും, നമ്മുടെ ഇടയിലുള്ള പലരും ഗൗരവമായിട്ടൊക്കെ സമീപിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഈ നെറ്റ് സൗകര്യങ്ങളൊക്കെ വ്യാപകമായി കിട്ടി, കൂടുതൽ വായനകൾക്കുള്ള സൗകര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഭാഗ്യാന്വേഷണമോ ഗാംബ്ലിങ്ങോ ചൂതാട്ടമോ ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് എന്നുള്ളത് കൃത്യമായ മലയാളം ഇല്ല. സെൽഫ് സീക്കിംഗ് എന്നുള്ളതിന് ആ ഇംഗ്ലീഷ് പ്രയോഗത്തിന് കട്ടക്ക് നിൽക്കുന്ന ഒരു മലയാള പ്രയോഗം കിട്ടാനില്ല. അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അനുഭവത്തിലൂടെ, ഒരു അനുഭവം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു 10-20 വർഷം മുമ്പേലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ തൊഴിലിടത്ത് അന്ന് 2 വിഭാഗം ജീവനക്കാർ തമ്മിൽ ഭയങ്കരമായ ഏറ്റുമുട്ടലുണ്ടായി. കോഴിക്കോട് ടൗണിൽ വെച്ചാണ്, സിറ്റിയിൽ വെച്ചാണ്, മാനാഞ്ചിറയിൽ മുന്നിൽ വെച്ചിട്ടാണ് അടിയുണ്ടായത്. അപ്പോൾ 2 കക്ഷികളിൽപ്പെട്ട സംഘടനകൾ, 2 സംഘടനയിൽപ്പെട്ട ആളുകളാണ്, ഒന്ന് ഭരണകക്ഷി ഒന്ന് പ്രതിപക്ഷവും. 250-300 ആൾ വന്ന് പൊരിഞ്ഞ അടിയാണ്. ജീവനക്കാരാണ്, സർക്കാർ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. പൊരിഞ്ഞടി. ആദ്യത്തെ ദിവസം ഒരു കുഞ്ഞടിയായിരുന്നു. അന്ന് പത്രമാധ്യമങ്ങളൊക്കെ എത്തിപ്പെടുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അടി തീർന്നു പോയി. പിറ്റേ ദിവസം നിന്നില്ല, അടി തുടരുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ധർണ വരുന്നു, അടി തുടങ്ങുന്നു.
അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഉൾപ്പെട്ട സംഘടനയിലൊക്കെ ഞാൻ പോയി നോക്കി. കുഴപ്പമൊന്നുമില്ല. ആ അന്ന് അടിയിലൊന്നും പങ്കെടുത്തില്ല. രണ്ടാമത്തെ ദിവസം നമ്മളെ വിളിച്ചോണ്ട് പോയി. കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി ഓരോ വടിയൊക്കെ തന്ന്. അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റുമുട്ടല് പറഞ്ഞോരിക്കെ അടി തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാ ഈ വടിയെടുത്ത് ആരെയും തല്ലാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. കാരണം എന്തിനാ തല്ലുന്നതെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഞാൻ വടിയെടുത്തിട്ട് അങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഒന്ന് വീശിയൊക്കെ നടന്നെന്നല്ലാതെ, ഞാനങ്ങനെ കാര്യമായിട്ട് ആരും തല്ലാൻ എന്നാ നടുക്ക് ഞാനുണ്ട്. ഇടയ്ക്ക് ഓരോന്ന് കിട്ടുന്നുമുണ്ട് മറ്റവരോട്. ചെറുതായിട്ടൊക്കെ ഓരോന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കോഴിക്കോട് നഗരത്തിന്റെ ഒത്ത നഗരത്തിലെ ഒരു വലിയ റോട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പത്രക്കാര് തുരുതുരാ വന്ന് ഫോട്ടോ എടുക്കുന്നത്, ചാനലുകാര് വന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ക്യാമറ ചെയ്യുന്നു. അപ്പോ ഇത് പത്രക്കാര് വന്നതോടുകൂടി എല്ലാവർക്കും ആവേശമായി. പിന്നെ പൊരിഞ്ഞടിയായി. അപ്പൊ ഞാന് എന്റെ മുന്നില് ഒരു ഫോട്ടോഗ്രാഫർ എന്റെ പിന്നാലെ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അയാൾക്ക് നല്ലൊരു ഫോട്ടോ വേണം. അപ്പൊ ഞാൻ മുന്നിലാ ഉള്ളത്. എന്നെ ഫോക്കസ് ചെയ്ത് എന്റെ ഒരു മുഖഭാവം അയാൾക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അയാള് മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സുരേഷ് ഗോപി കാണിക്കുന്ന പോലെ കൈ മുകളിലേക്ക് വെച്ചിട്ട് ഞാൻ ഒരുത്തന്റെ കോളറിന് കയറി പിടിച്ചു. അത് അയാൾ കൃത്യമായിട്ട് ഫോട്ടോ എടുത്തു. ഒരുത്തന്റെ കോളറിന് കയറി പിടിച്ച് സുരേഷ് ഗോപിന്റെ കൈ കൊണ്ടുവരുന്ന ഒരു ക്ലിക്ക്. പിറ്റേ ദിവസം 2-3 പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അതായിരുന്നു. അത് ഞാൻ ചെയ്ത്. അങ്ങനെ ഇതിലൊക്കെ വലിയ തല്ലുകാരെന്നുള്ള പേരൊക്കെ വന്ന്. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് ഈ ഫെലോഷിപ്പിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ആ സംഭവത്തെ ഒന്ന് അഴിച്ചു പരിശോധിച്ച് നോക്കുന്നത്. എന്താ ശരിക്കും സംഭവിച്ചത്? എന്താ ഉണ്ടായേ? എന്താ അവിടെ ഉണ്ടായത്? ഞാൻ അവിടെ യഥാർത്ഥത്തിൽ പോയത് സംഘടനയോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. ഞാൻ അവിടെ പോയത് എതിരാളികളെ നേരിടാനാണോ? അതുമല്ല. എന്റെ ലക്ഷ്യം, എനിക്ക് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ വെറുതെ പോയി നിൽക്കുകയാണ്. ആ സമയത്ത് പത്രത്തിൽ ഫോട്ടോ വരും എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ ഞാനൊരു പോസ് ചെയ്ത് കൊടുത്തു. അപ്പോ പിറ്റേ ദിവസം പത്രത്തിൽ വരികയും ചെയ്തു. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരേ സമയം അവിടെ ഉണ്ടായിരുന്ന നേതാക്കളുടെ ഫോട്ടോ പോലും വന്നില്ല, എന്റെ ഫോട്ടോ വന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ ശരിക്കും എൻ്റെ ഉള്ളിലെ ആഗ്രഹം? എന്തിനാ ഞാൻ അത് ചെയ്തത്? ഇത് ശരിക്കും സെൽഫ് സീക്കിംഗ് ആയിരുന്നു എന്ന് പറയാം. അറിയപ്പെടാനുള്ള, ഞാൻ എന്ന ഞാനിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള എൻ്റെ ശ്രമം, അത് 10 ആളെ അറിയിക്കാനുള്ള എൻ്റെ ശ്രമം, വേണമെങ്കിൽ പ്രശസ്തിക്കുള്ള ആഗ്രഹം, അഭിനന്ദനത്തിനുള്ള ആഗ്രഹം, ഉള്ളിൻ്റെ ഉള്ളില് പ്രശംസയ്ക്കുള്ള ആഗ്രഹം, ഇതൊക്കെ ഈ സെൽഫ് സീക്കിങ്ങിന്റെ അർത്ഥമായിട്ട് നിർവചിക്കാൻ പറ്റും. രണ്ടാമത് മറ്റൊരു സംഭവം കൂടി പറയാം. എനിക്ക് ഒരു ഇൻകം ടാക്സ് ഇഷ്യൂ വന്നു. അത് കുറച്ച് പൈസ അടയ്ക്കാൻ ഉണ്ടായി. ഒരു കണക്ക് കൊടുത്ത് തെറ്റിപ്പോയതാണ്. അപ്പോൾ എന്നോട് ഒരു ഉപദേശം വന്നു, നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങൾ സർക്കാർ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, ഇത് 2016-17 കാലഘട്ടങ്ങൾ സംഭവിച്ചതാണ്, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കുക, അത് നിങ്ങൾക്ക് ടാക്സ് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു. ഒരു 5000 രൂപ താഴെയുള്ള ഒരു എമൗണ്ട് ഞാൻ സർക്കാർ CMDRFിലേക്ക് അന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അന്ന് ഓഖി ഒക്കെ ഉള്ള സമയത്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ചലാനെടുത്ത് അടച്ചു ഞാൻ ട്രഷറിയിൽ. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സർക്കാരിനോടൊപ്പം എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇടുന്നുണ്ട്, പൈസ കൊടുത്തു. അങ്ങനെ ഞാനും ഇട്ടു ഫേസ്ബുക്കിൽ, ഞാൻ ഈ ഗവൺമെന്റിനോടൊപ്പം. 1 ദിവസത്തെ വേതനം, 2 ദിവസത്തെ വേതനം, എത്രയോ ദിവസത്തെ വേതനം ഞാൻ സർക്കാരിന് കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ ഇപ്പം എന്താണ്ടായേ?
എൻ്റെ ആവശ്യം ഞാൻ എന്താ ചെയ്തത്? പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ സർക്കാരിനെ സഹായിക്കാൻ ചെയ്തതൊന്നുമല്ല. ഞാൻ ചെയ്തത് ഇൻകം ടാക്സിന് അതിൻ്റെ നൂലാമാല രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് പൈസ CMDRFിലേക്ക് കൊടുത്തതാണ്. അതായത് സ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന കൊടുത്തതാണ്. ആ സംഗതിയെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു? ഫേസ്ബുക്കിലിട്ടു. കുറേ ലൈക്ക് വാങ്ങി. ഫേസ്ബുക്കിൽ ഞാൻ അതിന് കൊടുത്ത ഭാഷ്യം ഈ ഗവൺമെന്റ് കൂടെ ഞാനും എൻ്റെ ഏതാനും ദിവസത്തെ വേതനം ഞാൻ CMDRFിലേക്ക് കൊടുത്തിരിക്കുന്നു. ദുരിതബാധി ദുരിത ദുരിതബാധിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ ഞാനും. എവിടെ? അത്തരം ഒരു മഹത്തായ ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തം വീഴ്ചകൾ, സ്വന്തം എന്താ പറയുക, കർമ്മങ്ങളെ സ്വന്തം കർമ്മങ്ങളെ പോലും സത്കർമ്മങ്ങളായിട്ട് അവതരിപ്പിച്ച്, അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിമുട്ടുകളെ പോലും സത്കർമ്മങ്ങളായിട്ട് അവതരിപ്പിച്ച് അതിൽ നിന്നും മറ്റുള്ളവർ കാണുമ്പോൾ ആ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പ്രശംസയോ അഭിനന്ദനമോ പ്രശസ്തിയോ ഒക്കെ ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി നീറി നീറി പ്രവർത്തിക്കുന്ന ഒരുതരം മാനസികാവസ്ഥയാണ് സെൽഫ് സീക്കിങ്. വെറുതെ അങ്ങ് ആഗ്രഹിക്കല്ല ചെയ്യുന്നത്. അറിയപ്പെടാനോ പ്രശസ്തിക്കോ വേണ്ടി വെറുതെ അങ്ങ് ആഗ്രഹിക്കല്ല. അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. എന്നിട്ട് അങ്ങ് ആഗ്രഹിക്കും വല്ലാതെ. അതിനുവേണ്ടി ആരെയും സ്കേപ്പ് ഗോട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആരെയും നമുക്ക് പുറന്തള്ളാൻ കഴിയും. അതിനുവേണ്ടി ആരെയും മാറ്റി നിർത്താൻ മടിയുണ്ടാവില്ല. അതിനുവേണ്ടി ആരെയും ഒഴിവാക്കാനും മടിയുണ്ടാവില്ല. അപ്പോൾ ഇത് സെൽഫ് സീക്കിങ്ങിനെ പറ്റി മനോഹരമായൊരു ഒരു ഒരു ഇന്റർനെറ്റിലൊരു ഒരു എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. അവർ പറഞ്ഞത് ഈ വിഷയം ഈ ടോപ്പിക് നിർത്താം. അത് ഒരു ബാങ്കറ്റ് ഹാൾ, ഒരു വിദേശത്ത് എവിടെ നടന്ന ഒരു കഥയിൽ പറ്റിയിട്ടാണ് ഉദാഹരണം പോയത്, ആ സംഭവം പോയത്. ഒരു പാർട്ടി ഹാൾ, വിദേശമാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. കുറേ പേരുണ്ട്, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു വില കൂടിയ കേക്ക്, വളരെ പ്രഷ്യസ് ആയ ഒരു കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറേ മുറിച്ച് വെച്ചു. അവിടുത്തെ കുട്ടികൾക്ക് 2 കുട്ടികൾ ചേർന്ന് എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും 2 പീസ് കിട്ടിയില്ല. ലാസ്റ്റ് വന്നപ്പോൾ 1 പീസായി. വളരെ പ്രഷ്യസ് ആയ ഒരു കേക്കാ. ആ ഹാളിന്റെ നടുക്കാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വന്നപ്പം ഇവർക്ക് 2 പേർക്കും 2 പീസ് കിട്ടണമായിരുന്നു. പക്ഷെ 1 പീസായി പോയി. അവിടെ ബാക്കി 1 പീസ് ബാക്കി വന്നു. 2 കുട്ടികളും. ഇവർ തമ്മിൽ അടിയാവോ തർക്കമാവോ എന്നുള്ളത് ആൾക്കാർ വളരെ മാന്യമായിട്ട് ഭക്ഷണം വസ്ത്രം ഒക്കെ ധരിച്ച പിള്ളേരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും ഇതേപ്പറ്റി, ഇവരെന്താ ചെയ്യാൻ പോണത് എന്ന് എല്ലാവരും കുറേ പേര് ഇങ്ങനെ വാച്ച് ചെയ്തു കുട്ടികളെ. അടുത്ത സ്റ്റെപ്പ് ഇവരെന്താ കാണിക്കാൻ പോയി? ഇവർ എല്ലാവർക്കും വിതരണം ചെയ്തു. സംഗതി ശരി തന്നെയാണ്. 2 പേർക്കും എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള മനസ്സും അതിനുള്ള കഴിവും അതിനുള്ള ഒരു ബുദ്ധിയും ഒക്കെ ഉണ്ടായി. വളരെ വളരെ നല്ലത്, വെരി ഗുഡ്. പക്ഷെ ലാസ്റ്റ് ഒരു കേക്ക് മാത്രമേ വന്നുള്ളൂ. അവന്മാർക്ക് 2 പേർക്കും ഓരോന്ന് കിട്ടിയില്ല. ഇനി ഇതിനു വേണ്ടി ഇവിടെ ഇവരെന്താണ് ചെയ്യുക എന്ന് ഇവരുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി കരച്ചിലിന്റെ വക്കത്തെത്തി. അപ്പോൾ മറ്റേ കുട്ടി എന്ത് ചെയ്തു? അവനിത് വേണം. പക്ഷെ അവന് ഇങ്ങനെ ചുറ്റും നോക്കി എല്ലാവരെയും. എന്നിട്ട് ഈ കേക്ക് എടുത്തിട്ട് അവൻ്റെ കയ്യിൽ, മറ്റേ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ടേക്ക് ഇറ്റ് എന്ന മട്ടിൽ ആ കേക്ക് എടുത്ത് മറ്റവൻ്റെ കയ്യിൽ കൊടുത്തു. ഗംഭീര കയ്യടിയായിരുന്നു ആ ഹാളിൽ. ഭയങ്കരമായ കയ്യടി, അപ്ലോസ് ഉണ്ടായി. കാരണം ഇവർ തമ്മിൽ ഇപ്പോൾ അടിയാവും തർക്കമാവുമെന്ന് വിചാരിച്ച സാഹചര്യത്തിൽ ഒരാള് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കേക്ക്, പ്രഷ്യസ് ആയ ആ ഒരു കേക്കിന്റെ കഷ്ണം പീസ് തൻ്റെ കൂട്ടുകാരന് വേണ്ടി കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത ആ നിമിഷം, ചെറിയ കുട്ടിയാണേ, ആലോചിക്കണം, ഭയങ്കര അപ്ലോസ് ഉണ്ടായി.
ഇതിന്റെ അടിയിൽ, ഈ കഥയുടെ അടിയിൽ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെ കേട്ടോ. സത്യത്തിൽ ആ കുട്ടി എന്താ ചെയ്തത്? ആ കുട്ടി കേക്ക് കയ്യിൽ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി, ചുറ്റുമുള്ള ഒരുപാട് പേര് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നവന് മനസ്സിലായി. അവൻ അവിടെ ആ കേക്ക് എടുത്ത് മറ്റവന്റെ കയ്യിൽ കൊടുത്തു. ശരിക്കും അവിടെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ പറ്റി ഒരു കുറിപ്പുണ്ട്. ആ ഒരു കുറിപ്പ് പറയുന്നു, ഇങ്ങനെയാ പറഞ്ഞു. ഞാൻ എനിക്ക് വായിച്ച വളരെ രസകരമായി തോന്നി. അവൻ കേക്കിനേക്കാൾ അവന് ഏറ്റവും ഇഷ്ടം, അവനോട് ആ കേക്ക് ഓടിക്കളയാ അവിടുന്ന്, മറ്റവന് കൊടുക്കാതെ എടുത്ത് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക. പക്ഷെ ആ കുട്ടിക്ക് കേക്കിനേക്കാൾ ഇഷ്ടം, അവൻ ഏറ്റവും കേക്കിനേക്കാൾ സന്തോഷപ്രദമായത് അവന് ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യടിയാണ്, അപ്ലോസ് ആണ്, ആ ഒരു ധന്യ മുഹൂർത്താണ്. അപ്പോൾ ആ കേക്ക് എന്ത് ചെയ്തു? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് മറ്റവന് കൊടുത്തു. ഇതിനെ ഒരു വലിയ ത്യാഗമായിട്ട്, ആ കൊടുത്തതിനെ വലിയ ത്യാഗമായിട്ട് നമുക്ക് അവിടെ അവരാരും കാണുന്നില്ല. ആ കുറിപ്പ് എഴുതിയ ആള് ഇതിനെ വലിയ ത്യാഗമായിട്ട് വർണ്ണിക്കുന്നില്ല. മറിച്ച് അവന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും അവന് സന്തോഷകരമായിട്ടുള്ള, മറ്റുള്ളവരുടെ അഭിനന്ദനം കിട്ടാനുള്ള ഒരു മാർഗം തേടിയതായിട്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് സെൽഫ് സീക്കിങ്ങിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന, ഒരു മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സംഭവം, ഒരു കഥ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൽ എന്താണ് സെൽഫ് സീക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഇല്ലാതായി പോകുന്നതാണ് പറയുന്നത്. ഇത് കുറഞ്ഞു വരും, അല്ലെ? ഇതിന്റെ ഒരു അസഹ്യത കുറഞ്ഞു വരും, ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരും എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. വല്ലാത്ത ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഒരു വല്ലാത്ത നമ്മളെ പ്രയാസത്തിലാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സെൽഫ് സീക്കിംഗ് എന്ന് പറയുന്നത്. അഭിനന്ദനം, പ്രവർത്തനങ്ങളിൽ അഭിനന്ദനം ആവശ്യമുണ്ടോ? അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ടോ? മുന്നോട്ട് പോകാൻ പ്രശംസ വേണോ? അല്ലേ? അഭിപ്രായങ്ങൾ ലഹരിയാണോ? കഴിഞ്ഞ ദിവസം ഒരാള് എന്നോട് തുറന്നു പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അയാള് സ്റ്റെപ്പ് പ്രാക്ടീസൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നു. അപ്പൊ അതിന്റെ ഒരു ലൈറ്റില് അദ്ദേഹത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് ഒരു അനുഭവം പറഞ്ഞത് ഭയങ്കര രസകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞത്, നമ്മളൊക്കെ കുറെ സർവീസിൽ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. പലരും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഇന്റർ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നമ്മളോട് അഭിപ്രായം ചോദിക്കും. പല കാര്യം ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കും. അങ്ങനെ ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കും. ആ ഉപദേശങ്ങൾ അവർ അതുപോലെ നിർവഹിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്തൊരു ലഹരിയാണ്. നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ അതുപോലെ വള്ളി പുള്ളി വിടാതെ അവർ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഈ സെൽഫ് സീക്കിങ്ങിന്റെ ഒരു മൂത്ത സാധനമാണ് ആ പറഞ്ഞത്. ഒരു വല്ലാത്ത മൂപ്പുള്ള സാധനമാണ് ഈ പറഞ്ഞത്. അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിയറായി, എനിക്ക് മനസ്സിലായി. കാരണം ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഒന്ന് ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുന്ന ഓരോരുത്തരിലും ഇത് ഉണ്ടാവും. ഇത് കുറ്റപ്പെടുത്തലല്ല, ഇത് എന്താ പറയുക, ഒരുതരം ഇകഴ്ത്തി കാണിക്കലൊന്നും അല്ല കേട്ടോ. ഇത് സ്വാഭാവികമാണ്. നമ്മളിലൊക്കെ ഇത് ഉണ്ടാവാം. പ്രശംസയ്ക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടാവും. എല്ലാം നമ്മൾ ചെയ്താലേ ശരിയാവുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ ഇന്റർ ഗ്രൂപ്പിന്റെയും ഏരിയ കമ്മിറ്റീന്റെയും ഒക്കെ ഭാഗമായി നിരവധി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പലപ്പോഴും എന്നെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആളുകളല്ല, ഇത്തരം ആഗ്രഹങ്ങളാ. സെൽഫ് സീക്കിംഗ്. ഞാൻ ചെയ്തു, ഞാൻ ചെയ്യുന്നു. അതിന്റെ ഒരു സുഖം, അതിന്റെ ഒരു, മറ്റുള്ളവർ അത് കാണുമ്പോൾ, മറ്റുള്ളവർ അത് അംഗീകരിക്കുമ്പോൾ, മറ്റുള്ളവർ അതിന്റെ റിസൾട്ട് അനുഭവിക്കുമ്പോൾ, അത് കാണുമ്പോൾ ഒരു ലഹരി. ഇത് ഒരുതരം വൈകല്യം തന്നെയാണ്.
ഇതൊരു വൈകല്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതൊരു ഗ്രേഡ് കൂടിയ സാധനമാണ് ഈ സെൽഫ് സീക്കിംഗ് എന്ന് പറയുന്നത്. ഈ സാധനം നമ്മളിൽ നിന്ന് വിട്ടുപോകും. ബോധപൂർവമുള്ള അനോണിമിറ്റി ബ്രേക്കൊക്കെ കാണാറില്ലേ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ? വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫോട്ടോ വെച്ചുള്ള കളികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫോട്ടോ വെച്ച കളികൾ എന്തിനായിരിക്കും ഉദ്ദേശം? എന്ത് സുഖമാണ് അവർ അതിനകത്ത് അനുഭവിക്കുന്നത്? വാചകങ്ങൾ കൊണ്ട് ചില ആൾക്കാർ നന്നായിട്ട് ഉപയോഗിക്കും. എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഒക്കെ ഉള്ളിലേക്ക് ചുഴിഞ്ഞെഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ആ ഒരു വലിയ ഗ്രേഡ് കൂടി ആ സാത്താനെ നമുക്ക് മനസ്സിലാവും. ആണ് സെൽഫ് സീക്കിംഗ് എന്ന് പറയുന്നത്. നല്ല ഷെയറിങ് കേട്ടാൽ അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണം അതാണ്. നമുക്ക് നല്ല ഷെയറുകാരനാവണം, എനിക്ക് നല്ല ഷെയറിങ് കാരനാവണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുത്തൻ കയറി വന്നാലുണ്ടല്ലോ അസ്വസ്ഥത ഉണ്ടാവും. ചില വിഷയാവതരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ എനിക്ക് എന്തൊക്കെയോ ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? വലിയ വലിയ സംഭവങ്ങളാ പറയുന്നത്. അവനെ മറ്റുള്ള ആൾക്കാർ അയാളെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ന്യായം എന്താ? ഒരു വിഷയാവതരണം, വിഷയാവതരണം ഒന്നും ഇല്ല. ഇങ്ങനെയുള്ള ഡിഫൻസ് ഒക്കെ ഞാൻ എടുക്കും. സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുമ്പോൾ, എയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുമ്പോൾ, എക്ക് വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ നടത്താൻ പോകുമ്പോൾ ഒക്കെ എൻ്റെ കൈവിരൽ മുദ്രകൾ പതിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാ മേഖലയിലും. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോഴാണ് വലിയൊരു കാര്യം ബോധ്യമാകുന്നത്. ഈ എൻ്റെ വിരൽ പതിയാൻ ആഗ്രഹിച്ചത് എല്ലാം അതെൻ്റെ വൈകല്യം തന്നെയായിരുന്നു. ഒരു ഗ്രേഡ് കൂടി പിടിതരാത്ത ഒരു വൈകല്യത്തെയാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെ എളുപ്പം പിടിതരാത്ത ഒരു വലിയ വൈകല്യമാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വാഗ്ദാനം 8, സെൽഫ് സീക്കിംഗ് വിൽ സ്ലിപ്പ് അവേ. ഇനി 9 പോവാം. ടൈം രാമേട്ട ഉണ്ടോ? ടൈം അരമണിക്കൂർ കൂടി 30 മിനിറ്റ് കൂടി എന്തോ? ടൈമുണ്ട്. പറയാമോ? 30, 40, 45 മിനിറ്റ് ഉണ്ട്. ഓക്കെ ശരി. 10 മണി വരെയാണ് മീറ്റിംഗ്. ശരി ഓക്കെ റൈറ്റ്. 9ാമത്തെ വാഗ്ദാനം, അവർ ഹോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് അവർ ഔട്ട്ലുക്ക് അപ്പോൺ ലൈഫ് വിൽ ചേഞ്ച്. ജീവിതത്തോടുള്ള നമ്മുടെ മുഴുവൻ മനോഭാവവും കാഴ്ചപ്പാടും മാറും എന്നാണ് 9ാമത്തെ വാഗ്ദാനം പറയുന്നത്. ജീവിതത്തോടുള്ള നമ്മുടെ മുഴുവൻ മനോഭാവവും കാഴ്ചപ്പാടും മാറി വരും. ഉറപ്പാണ്, ഗ്യാരണ്ടി ആയിട്ടാണ് പറയുന്നത്. അടിച്ച് ചുമരിൽ ആണി അടിച്ച പോലെയാണ് ആ വാഗ്ദാനം പറയുന്നത്. എല്ലാ വാഗ്ദാനം അങ്ങനെ തന്നെ. എന്താ അങ്ങനെ ഒരു ഉറപ്പ് പറയാനുള്ള കാരണം? വളരെ എവിഡന്റ് ആണ് ആ കാര്യം. ഒന്ന്, ഈ എ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഫെലോഷിപ്പിനെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റർ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ ഈ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മനോഭാവവും കാഴ്ചപ്പാടും ഒക്കെ അല്ലേ ഇതിൽ വരുന്ന അംഗങ്ങൾ, ഇതിൽ തുടർന്ന് മുന്നോട്ട് പോകുന്ന അംഗങ്ങൾ അവരുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും ഒക്കെ ചില റിപ്പയറുകൾ വരുന്നത് അത് മറ്റാരുടെ സ്വാധീനം കൊണ്ടോ മറ്റ് പുറത്തു നിന്നുള്ള ഒരു പെയ്ഡ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ പണം കൊടുത്ത് നേടുന്ന ഒരു കൗൺസിലിംഗ് പോലെയുള്ള തെറാപ്പി ഒന്നുമല്ല. ഇതിൽ തുടരുന്ന ആൾക്കാർക്ക് അവരുടെ മനോഭാവങ്ങൾ മാറി വരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫെലോഷിപ്പിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റർ എന്ന് പല സ്ഥലത്തും അങ്ങനെ വിളിച്ചു കാണുന്നുണ്ട്. ഒന്നാമത്തത്, ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളാണ്. ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളിലൂടെയാണ്
മുന്നോട്ട് പോകുന്നത്. അല്ലേ? ശരിക്കും അങ്ങനല്ലേ? പറയുന്നത് ഈ നമ്മളെപ്പോഴും ജീവിതത്തിന്റെ മുമ്പും ഇപ്പോഴും പൊതുസമൂഹവും ചെയ്യുന്നത് ജീവിതത്തിന്റെ കറുത്ത ഏടുകളെ മറച്ചു വെക്കാനാ പറയുന്നത് അല്ലേ? ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. അവർ പറഞ്ഞു, "നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കഷ്ടകാലത്തെ ഓർത്തിരിക്കുന്നത്? അതിനെ ഓർത്ത് ദുഃഖിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം" എന്നൊക്കെ പറഞ്ഞ് അവര് നല്ല കത്തിക്കല് കത്തിക്കുന്ന സംഗതി ശരിയാണ്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റാ നമ്മൾ എടുക്കുന്നത്. എന്താ പറയുന്നത്? നമ്മൾ ഈ ജീവിതത്തിന്റെ കറുത്ത ഏടുകളെ മനഃപൂർവ്വം മറച്ചു പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഈ കൂട്ടായ്മയ്ക്കിടയിൽ നമ്മളെല്ലാവരും വളരെ, വളരെ, വളരെ ഓപ്പണാണ്. തുറന്ന് പറയുന്നുണ്ട്. തുറന്ന് പറയാൻ തയ്യാറാ. ഞാൻ പല തുറന്നു പറച്ചിലുകൾ നടത്താറുണ്ട്. ഈ തുറന്നു പറച്ചിലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതിപ്പോഴും ചില സമയത്തൊന്നും യോജിക്കാൻ പറ്റില്ല. എന്തിനാ ഇങ്ങനെ തുറന്നു പറയുന്നത്? ഇതിൽ എന്തിനാണ് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത്? എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ചൊറിയാൻ വരാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന മറുപടി ഇതാണ്. ചില അറ്റകൈ തുറന്നു പറയലൊക്കെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോകാറുണ്ട്. തുറന്നു പറച്ചിലുകളൊക്കെ അങ്ങനെ വന്നു പോകും. അപ്പൊ അങ്ങനെ തുറന്നു പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം, ഞാൻ അനുഭവിക്കുന്ന റിലീഫ് എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ മകള് ഇപ്പൊ 20 വയസ്സായി. അപ്പൊ അവളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവള് എന്നോട് പറയുന്നത്, എന്തിനാണ് അച്ഛാ, അവൾ ഒരു കാര്യം അവളുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒന്നും തുറന്നു പറയാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ താല്പര്യപ്പെടാത്തത്? എന്തിന്? അവൾ പറഞ്ഞതാണ്, എന്തിന് എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾക്കും എൻ്റെ സങ്കടങ്ങൾക്കും പുറത്ത് പറഞ്ഞാൽ അത് അതിനുള്ള ആ പുറത്ത് പറച്ചിലിനൊരു സേഫ്റ്റി ഈ സമൂഹത്തിലില്ല. നിങ്ങൾ ഏകത്ത് തുറന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ സേഫാണ്. അത്ര സേഫ്റ്റി ഇവിടെ ഇല്ല. ഓഹോ, ചിന്തിക്കുമ്പോൾ ഒരു കണക്കിന് അപാര ഭാഗ്യവാന്മാരാണ്. അനുഭവങ്ങൾ പുറത്തു പോകുന്നില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതിനുള്ള അവസരം, തുറന്ന് പറയാനുള്ള, തുറന്ന മനസ്ഥിതിക്കാരാവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും തുറന്ന മനസ്ഥിതിക്കാരാവുന്നുണ്ട്. വിഷമങ്ങൾ തുറന്നു പറയാൻ പഠിച്ചിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് മാറി. ഒന്നും പറയാതിരിക്കലാണ് ശക്തി എന്നാ വിചാരിച്ചത് പണ്ട്. ഒരു കാര്യം തുറന്നു പറയൂല, ഒരു കാര്യം പറയൂല, അല്ലേ? വീണു പോയാലും ഒരു കാര്യം ഞാൻ പറയൂല. അതായിരുന്നു നമ്മളെ ശക്തി എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. തുറന്നു പറയണമെങ്കിലാണ് ശക്തി വേണ്ടിയിരുന്നത്. അങ്ങനെ പൂട്ടിക്കെട്ടി വെക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ടിയിരുന്നില്ല. ആ പൂട്ടിക്കെട്ടി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് തുറത്തു വിടാൻ ഒരാളുടെ തുറന്നു പറയാൻ അസാധ്യമായ മാനസിക ആത്മീയ ശക്തി ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. തുറന്ന മനസ്ഥിതിയെ പറ്റി 2 വാക്ക് പറയാതെ പോയാൽ ശരിയാവുന്നില്ല. തുറന്ന മനസ്ഥിതി എന്ന് പറയുമ്പോൾ ഒറ്റവാക്കിൽ അതിനെ നിർവചിക്കുന്നത് എല്ലാം അങ്ങ് തുറന്നു പറയുക എന്ന മട്ടിലാണ് തുറന്ന മനസ്ഥിതിയെ നമ്മൾ നിർവചിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ എൻ്റെ പഴമക്കാരൻ എന്നോട് പറഞ്ഞു, തുറന്ന മനസ്ഥിതി എന്ന് പറഞ്ഞാൽ തുറന്നു പറയൽ മാത്രമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല. തുറന്ന മനസ്ഥിതി എന്ന് പറഞ്ഞാൽ കേൾക്കൽ കൂടിയാണ്, കേട്ടിരിക്കൽ കൂടിയാണ് തുറന്ന മനസ്ഥിതി. മനസ്സ് തുറന്നു പിടിച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രം പോയാൽ പോരാ. ഒരു സൈഡിലേക്കുള്ള ഒഴുക്ക് മാത്രം പോരാ. പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോയാൽ പോരാ. അതല്ലല്ലോ തുറന്ന മനസ്ഥിതി. കയറി വരികയും വേണ്ട എന്തെങ്കിലും. അതിനെ കേട്ടുകൊണ്ടേയിരിക്കലാണ് തുറന്ന മനസ്ഥിതി. തുറന്നു പറയലും കേട്ടുകൊണ്ടേയിരിക്കലും. അങ്ങനെ ആകുമ്പോഴാണ് തുറന്ന മനസ്ഥിതിക്കാരാവുന്നത്. സത്യത്തിൽ നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. തുറന്ന മനസ്ഥിതിക്കാര് പറയുക മാത്രമല്ല, മണിക്കൂറുകളോളം കേട്ടിരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ പുറത്ത് വ്യാപകമായ പല ചിന്തയ്ക്കും പല ആശയങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും. കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പാരഡോക്സസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കൂട്ടായ്മയിൽ. അതൊരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്ററാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. തുറന്ന മനസ്ഥിതി എന്ന ഒറ്റ സംഗതി തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ആവുന്നു. എന്ന് വെച്ചാൽ
തുറന്ന മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തുറന്നു പറയും ഞാൻ അന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവനെ കേൾക്കുന്നതും കേൾക്കാൻ സന്നദ്ധനാവുന്നതും തുറന്ന മനസ്ഥിതിയുടെ ഭാഗമാണ്. മറ്റൊരു കാര്യം, തലകുനിച്ചുകൊണ്ടും പരാജയം സമ്മതിച്ചുകൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ തോറ്റപ്പോഴാണ് വിജയിച്ചത്. പലപ്പോഴും ഇപ്പോഴും തല കുനിച്ചു കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ 10-20 വർഷം മുമ്പ് ഞാൻ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് എന്നോട് ഭയങ്കരമായിട്ട് കൊമ്പ് കോർത്ത് ഞങ്ങൾ തമ്മിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായി, കശപിശകളും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാള് ഇപ്പം എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വന്നു. അയാൾക്ക് ഞാൻ പോകുന്ന വഴികളൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ യാത്ര ചെയ്ത ഒരു കാര്യം, ജീവിതയാത്രയിൽ ഞാൻ എങ്ങോട്ടൊക്കെ എത്തിപ്പെട്ടു എന്നുള്ള അയാൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പരമാവധി ഉപദ്രവങ്ങൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് വാങ്ങിയ ആൾക്കാരാണ്. അയാൾ ആ ഒരു മുൻവിധിയും വെച്ചിട്ടാണ് എന്നോട് ഇടപഴകാൻ വന്നത്. എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വന്നു. ആദ്യത്തെ ഒരു മാസം അയാൾ ആ മുൻവിധി വല്ലാതെ അയാളിലുണ്ടായി. അയാളോട് സംസാരിക്കില്ല, കമാൻഡുകളും ഒരുതരം വിട്ടുനിൽക്കലുകളും ചൊറിയലുകളും ചില തടസ്സപ്പെടുത്തലുകളും ഒക്കെ അയാളെ ഭാഗത്തുണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ച് അയാൾ വല്ലാതെ തടസ്സപ്പെടുത്തി നോക്കി. ഞാനൊരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി തിരുവനന്തപുരം ഒരു യാത്ര നടത്തിയ സമയത്ത് അദ്ദേഹം ചെയ്ത പണി എന്ന് പറയുന്നത്, അദ്ദേഹം അതിന് ഒരു കോമ്പൻസേറ്ററി ലീവ് ഉണ്ട്, അത് അനുവദിച്ച് തരാൻ അയാൾ റെക്കമെൻഡ് ചെയ്തില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായി അയാളുടെ ഉള്ളിൽ ആ പഴയ ദേഷ്യം ഉണ്ടെന്നുള്ളത്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല, ഞാൻ പോയില്ല. അതിപ്പോൾ മഹാമനസ്കനായോണ്ടല്ല, ഞാൻ കുറെ കാലമായി എയിലൂടെയുള്ള ജീവിതത്തിൽ ശീലിച്ച് വരുന്നത് ഇങ്ങനെയാണ്. അയാളോട് അതിനെപ്പറ്റി ചോദിക്കാനോ ഒരു കാരണത്തെ പറ്റി എതിർക്കാനോ ചോദിക്കാനോ ഓക്കെ എന്ന് തന്നെ പറഞ്ഞു പോന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ റൂമിലേക്ക് കയറി വന്ന് സംസാരിച്ച് എന്നോട് പറഞ്ഞു, പ്രമോദ് ജീവിതമൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല പ്രമോദ് ഇപ്പോൾ, അല്ലേ? ഞാൻ വിചാരിച്ച പോലെ അല്ല പ്രമോദ് കുറെ മാറിയിട്ടുണ്ട്. ഞാൻ വളരെ നല്ലത്. വളരെ നന്ദിയുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ പോകണം എൻ്റെ ആഗ്രഹം. കുറച്ചു കാലം കൂടി സർവീസ് ഉണ്ട്, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ തന്നെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു വിട്ട്. വലിയ ഉപദ്രവം ഉണ്ടായില്ല, പ്രയാസമില്ല. ഒരട്ടി. മറിച്ച് അയാളോട് മുക്ര ഇടാൻ പോയാൽ എനിക്ക് ഈ പറയുന്ന സമാധാനം, ഞാനിപ്പം ഈ മീറ്റിങ്ങിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സമാധാനം ഉണ്ടാവില്ല, അന്തരീക്ഷം മാറും. ഒരടി താഴ്ന്നു കൊടുത്തിട്ടാണ്, ഒരു സ്റ്റെപ്പ് താഴ്ന്ന് ഇറങ്ങി കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ. എപ്പോഴും ഞാൻ മുകളിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ച് അത് വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് പോയി, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് പോയി, സമാധാനമില്ലാത്ത എപ്പോഴും അസ്വസ്ഥമായ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ഒരാളെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെപ്പ് താഴ്ന്നു കൊടുക്കുമ്പോൾ, എന്നാൽ അഭിമാനം സൂക്ഷിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ വിജയിക്കുന്നുണ്ട്. ജീവിതാനുഭവത്തെ പഠിപ്പിച്ച് അവിടെ വിജയമുണ്ട്. അങ്ങനെ തല കുനിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് ഒന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഒരു മുട്ടുകുത്തിയാൽ തീരാത്ത ഒരു പ്രശ്നവും ജീവിതത്തിൽ ഇല്ലാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സ്റ്റെപ്പ് ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം ഒന്ന് മുന്നോട്ട് വെക്കുമ്പോഴാണ് മറ്റേ ആൾക്ക് ദേഷ്യവും നമ്മളോടുള്ള പകയൊക്കെ വർദ്ധിക്കുന്നത്. വല്ലാത്തൊരു വൈരുദ്ധ്യം അത്. ആറ്റിറ്റ്യൂഡിനെ മൊത്തം മാറ്റിയതാണ്. ഏത് ഫെലോഷിപ്പിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി തന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങളാണ്. കുറെ ആൾക്കാർ പറയുന്നത് കേട്ടതാണ്, കുറെ ആൾക്കാർ പറഞ്ഞു തന്നതാണ്, കുറെ വായിച്ചതാണ്, കുറെ മീറ്റിങ്ങുകളിൽ കേട്ടതാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ ഇതൊക്കെയാണ് സഹായമായത്. വിട്ടുകൊടുക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമതൊരു കാര്യം. പലതും വിട്ടുകളയലായിരുന്നു. വിട്ടുകളയാന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആന്തരികമായുള്ളൊരു സമ്മതം ഉണ്ടാവില്ല. ഇപ്പോൾ
ഒരു തർക്കത്തിന് പോയി. ആ തർക്കത്തിന് പോകുമ്പോൾ വിട്ട് കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ആ വിട്ടുകളയലിന് ഒരു സത്യസന്ധതയും ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സമ്മതവും ഉണ്ടാവില്ല, പെർമിഷൻ ഇല്ല ആ വിട്ടുകളയലിന്. അതൊരു എന്താ പറയുക, മനസാക്ഷിയുടെ സമ്മതമില്ലാത്ത, അല്ലെ ആത്മാവിന്റെ സമ്മതമില്ലാത്ത ഒരു ഒരു ഒഴിവാക്കലാണ്. ഉള്ളിന്റെ ഉള്ളിൽ സമ്മതമില്ലാത്തൊരു പരിപാടിയാണ് ആ വിട്ട് കളയൽ എന്ന് പറയുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് വേദന സഹിച്ചുകൊണ്ടാണ് പരിപാടി ചെയ്യുന്നത്. പക്ഷേ ഫെലോഷിപ്പിൽ വന്നപ്പോഴാണ് വിട്ടുകൊടുക്കൽ എന്ന പരിപാടി, അതിന് വേറൊരു തലമുണ്ട് എന്ന് മനസ്സിലായത്. ഇത് സന്തോഷത്തോടുകൂടി, ആന്തരികമായ സമ്മതത്തോടുകൂടി, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമ്മതത്തോടുകൂടി ഒരു കാര്യത്തെ വിട്ടുകൊടുക്കാൻ ശീലിച്ചു. പിടിച്ചു വെച്ചുകൊണ്ട് വിട്ട് കളയലല്ല, വിട്ടുകൊടുക്കൽ. ആ രണ്ട് മലയാള വാക്ക് തമ്മിൽ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നു. അത്തരത്തിലൊരു പരിപാടി ആദ്യമായിട്ട് കേട്ടതും മനസ്സിലാക്കിയതും ജീവിതത്തിൽ പ്രയോഗിക്കാൻ അവസരം കിട്ടിയതൊക്കെ ഈ ഫെലോഷിപ്പിലായതുകൊണ്ടാണ്. ആറ്റിറ്റ്യൂഡാണ്. ഒരു സംഗതി വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ കാര്യത്തിലും. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കും, എന്തും നശിപ്പിക്കും, എന്തും വിൽക്കും, ആരെ സമാധാനം തല്ലിക്കെടുത്തും. ഈ മാനസികാവസ്ഥ ഉണ്ടായിരുന്ന ഞാനും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരുമാണ് ഇപ്പോൾ ഈ വിട്ടുകൊടുക്കലും വിട്ടുകളയലും ഒക്കെ തമ്മിൽ ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വല്ലാത്ത ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്ററാണ് എ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫെലോഷിപ്പിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന എല്ലാവരിലും ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പരിഹാരങ്ങൾ ചെയ്യാൻ സന്നദ്ധനാവുക എന്നുള്ളതാണ്. എവിടെയാണ് പരിഹാരം ചെയ്തിട്ടുള്ളത്? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിഹാരങ്ങൾ ചെയ്യാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സ്റ്റെപ്പ് ഇഗ്നോർ ചെയ്തിട്ട് പോകാൻ കഴിയില്ല. അല്പമെങ്കിലും ആ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാതെ ആരും പോകുന്നില്ല. യുക്തമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിലെ മറ്റു മദ്യാസക്തരെ വെറുതെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ ജീവിതത്തെക്കാൾ ഭയാനകമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഓരോ നിമിഷത്തിലും, ഓരോ നിമിഷത്തിന്റെ ഓരോ ഭാഗത്തും അവർ ഓരോരുത്തരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹാരമില്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അവര് സ്വയം ഉപദ്രവിച്ചുകൊണ്ട്, അവനവനെ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇവിടെ ഈ ഫെലോഷിപ്പിൽ വരുമ്പോൾ നമ്മൾ പരിഹാരങ്ങളെ പറ്റി ചിന്തിക്കുന്നു, പരിഹാരങ്ങൾ ചെയ്യുന്നു, അല്ലേ? ഇത് ചിന്തിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും ജീവിതം ഇങ്ങനെ ആയി മാറുമെന്ന് ആർക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് ആരും ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പാ. പരിഹാരങ്ങളെ പറ്റിയോ വിട്ടുകൊടുക്കലിനെ പറ്റിയോ ഒന്നും ആരും സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുന്നു, നമ്മുടെ മൈൻഡിന്റെ ലെവൽ മാറുന്നു, നമ്മുടെ മനസാക്ഷിക്ക് ഒരു രൂപം കൈവരുന്നു, നമുക്ക് ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നു, സത്യമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാവുന്നു. ഏത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാലും ചെയ്ത സത്യം പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടണ്ട എന്നുള്ള ജീവിത തത്വം ബോധ്യപ്പെടുന്നു. സത്യം മുറുക്കെ പിടിച്ചാൽ ഒട്ടും ഭയം ഉണ്ടാവില്ല. ഒരല്പം പോലും കള്ളം അതിനകത്തുണ്ടെങ്കിൽ പതറിപ്പോവും. ശരിക്കും മുഖത്ത് നോക്കി സംസാരിക്കാനോ കണ്ണിലേക്ക് തുറച്ചു നോക്കാനോ പറ്റില്ല. പക്ഷെ സത്യത്തെ മുറുകെ പിടിച്ചാൽ അബദ്ധം പറ്റിപ്പോയി, അല്ലെ ഞാൻ ചെയ്തു, എനിക്ക് അങ്ങനെ വീഴ്ചയുണ്ട് എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനും മുന്നോട്ട് പോകാനും അത്ര ശക്തി മറ്റൊന്നിനുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്ററാണ്. നമ്മുടെ സ്വഭാവത്തെ മാത്രമല്ല, നമ്മുടെ സമീപനത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ അട്ടപ്പടലം ഇത് മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ആണ് ഈ പറയുന്ന 9ാമത്തെ വാഗ്ദാനത്തിന്റെ കണ്ടന്റ്. നമുക്ക് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് നമുക്ക് ഇതിനെപ്പറ്റി ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. അതൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യമായ അന്വേഷണങ്ങൾ ആ വഴിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൽക്കാലം ഈ ഒരു 9 7 8 9 വരെ നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് 10 11 12 വാഗ്ദാനം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഷെയർ ചെയ്യാനുള്ള അവസരം
ഞാൻ തട്ടിയെടുക്കുന്നില്ല. എന്നെ കേട്ട എല്ലാവരോടും സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.